വെൽക്കം ടു ഗിയർ വൺ. നമ്മുടെ ഇന്നത്തെ ഷോയിൽ നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് G63 ഓൺഡ് ബൈ നിഷാർ. നിഷാർ, വെൽക്കം ടു ദ ഷോ. നിഷാറിന്റെ G63 നിഷാർ ആളുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആൾ ദുബായിൽ ഓൾമോസ്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. ഈ വെഹിക്കിളിലെ മറ്റൊരു അട്രാക്ഷൻ വെഹിക്കിൾ നമ്പർ തന്നെയാണ്. നിഷാറിന്റെ കളക്ഷനിലുള്ള പേഴ്സണൽ ഫേവറേറ്റ് ആണ് G63. അപ്പോൾ നമുക്ക് നിഷാറായിട്ടൊരു ഡ്രൈവിന് പോയിട്ട് നമുക്ക് നിഷാറിൻ്റെ എക്സ്പീരിയൻസ്, വെഹിക്കിളിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്, UAE ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ്, സെയിം വെഹിക്കിൾ നാട്ടിൽ ഓടിക്കുമ്പോൾ എക്സ്പീരിയൻസ്, നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നിഷാറിനെ കിട്ടുന്നുണ്ട്. സോ നിഷാർ, ലെറ്റ്സ് ഗോ ഫോർ ഡ്രൈവ്. ഷുവർ, ഓക്കെ. നിഷാർ ഇപ്പോൾ നാട്ടിലേക്ക് ഈ വെഹിക്കിൾ കൊണ്ടുവന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 months ആയിട്ടുണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് 5 months. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ വെഹിക്കിളിനെ പറ്റി പറയുമ്പോൾ? എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല, വേൾഡ് വൈഡ് ഒരുപാട് ഫാൻ ബേസ് ഉള്ള വെഹിക്കിളാണ് G വാഗൺ എന്ന് പറഞ്ഞാൽ. G വാഗൺ, G55, G63, ഓൾ ദ കംപ്ലീറ്റ് ലൈൻ ഓഫ് G. അപ്പോൾ നിഷാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ നാട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ കുറച്ചും കൂടി ക്ലോസസ്റ്റ് ആയിട്ടുള്ള റോഡ്, ചെറിയ റോഡുകളാണ്. ഓക്കെ, അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം വലിയ റോഡുകളാണ്. അപ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ നാട്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഒരു പ്രത്യേക ഒരു ഫീലുണ്ട് നമുക്ക്. നിഷാർ ഈ വീക്കില് മേടിച്ചിട്ട് ഇപ്പോൾ അറൌണ്ട് 3 years ആയെന്ന് പറഞ്ഞത്. ഈ 3 yearsനകത്ത് ഈ വെഹിക്കിളിന്റെ മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിഷാറിന്റെ? ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിള്, എല്ലാ വെഹിക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബെസ്റ്റാന്ന് പറയാം. ഓക്കെ, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കിത് ബെസ്റ്റാണ് G63 എന്ന് പറയുന്നത്. കാരണം പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. പെർഫോമൻസ് തന്നെയാണ്. ലക്ഷറി ഇറ്റ്സ് ഓക്കെ, ലക്ഷറി ആണ്. പക്ഷെ അതിലുപരി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഡ്രൈവിംഗ് കംഫേർട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ചൂസ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ടെറൈൻ വെഹിക്കിളാണ് ഞാൻ നോക്കിയിരുന്നത്. ഓക്കെ, ഒരു 2017 മുതൽ ഞാൻ എപ്പോഴും വണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൾ ടെറൈൻ തന്നെയാണ് നോക്കാറ്. മനസ്സിലായി. അപ്പോൾ പൊതുവേ ഒരു SUVസിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. നിഷാർ യൂസ് ചെയ്യുന്ന മറ്റു വെഹിക്കിൾസ് ഹമ്മർ H2 യൂസ് ചെയ്യുന്നുണ്ട്, റേഞ്ച് റോവർ വോഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദീസ് എല്ലാം വെവ്വേറെ ഇതാണെങ്കിലും ബേസിക്കലി ഓൾ ബിലോങ്സ് ടു ദ സ്പോർട്ട് യൂട്ടിലിറ്റി കാറ്റഗറിയിൽ പെടുന്ന വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരു SUV ലവറാണ് നിഷാർ അല്ലേ? ഇപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് ഡിഫൻഡർ ആണ്. ഹൗ ഈസ് ദ വെഹിക്കിൾ പെർട്ടിക്കുലർ ഡിഫൻഡർ? ആക്ച്വലി ഇപ്പോൾ ഞാനൊരു G63 യൂസ് ചെയ്യുന്ന ആൾ 8 cylinder വെഹിക്കിളാണ് G63 എന്ന് പറയുന്നത്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ഡിഫൻഡർ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫാമിലി വെഹിക്കിളായിട്ടാണ് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഡിഫൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുപരി നമ്മൾ വേറൊരു ഓഫ് റോഡ് ടെറൈനൊക്കെ നമുക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ ഡിഫൻഡർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി വെഹിക്കിൾ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇതുവരെയും ഡിഫൻഡർ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരിക്കലും G63 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഡിഫൻഡർ ഒരിക്കലും. ഡിഫൻഡർ നാട്ടിലെ റോഡുകളെ സംബന്ധിച്ച് നാട്ടിലെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ G63 നമുക്കൊരു നല്ല റോഡുകളിലൂടെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കിട്ടണമെങ്കിൽ അല്ലേ? പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈവേസിലൊക്കെ ക്രൂസ് ചെയ്യാൻ ഒന്നും കൂടിയും ബെറ്റർ ഓപ്ഷൻ എപ്പോഴും G63 ആയിരിക്കും. ഇപ്പോൾ G63 വെഹിക്കിള് ഒരുപാട് ഹിസ്റ്ററി ഉള്ള വെഹിക്കിളാണ്. UAE റൂളർ ആയാലും അതുപോലെ മറ്റൊരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വെഹിക്കിളാണ് G63 എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ദാറ്റ് വെഹിക്കിൾ ഹാസ് എ പെർട്ടിക്കുലർ ഫാൻ ബേസ്. ആ ഒരു സെയിം ഒപ്പീനിയൻ തന്നെയാണ് നിഷാറും പറയുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഏതൊരു യൂസർക്കും
ഒരു പ്രത്യേക ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് എപ്പോഴും കൊടുക്കുന്ന ഒരു വെഹിക്കിളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് മെഴ്സിഡീസ് എപ്പോഴും അവർ ഓരോ അപ്ഗ്രേഡിലും കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് മോഡൽ, 2018 ശേഷം ഇറങ്ങിയ വേരിയന്റ് ആണ് നിഷാർ യൂസ്. നിഷാർ ഈ വെഹിക്കിളായിട്ട് UAE അത്യാവശ്യം ഫാമിലി ആയിട്ട് കറങ്ങാൻ പോയത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പറഞ്ഞു. എന്താണ് നിഷാറിന്റെ ഒരു ഡ്രീം ഡ്രൈവ്? എൻ്റെ ഡ്രീം ഡ്രൈവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ നെക്സ്റ്റ് മന്ത് ഞാൻ യാസ് മറീന സർക്യൂട്ടിൽ ഞാൻ ആസ്റ്റൺ മാർട്ടിൻ ട്രാക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ഡ്രീം ഡ്രൈവ് തന്നെയാണ്. അല്ല, ഈ പെർട്ടിക്കുലർ വെഹിക്കിൾ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഓരോ വെഹിക്കിൾ പോയപ്പോൾ ഞാനൊരു പെജർ യൂസ് ചെയ്യുന്നുണ്ട്. മൈ ഡ്രീം വാസ് ടു ഗോ വിത്ത് മൈ ഫാമിലി ടു മണാലി, ഹിമാചൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻസ് ഡ്രീം? ആക്ച്വലി അത് എൻ്റെ ഒരു ലോക്കൽ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അത് ആക്ച്വലി എന്നെ ഇപ്പോൾ അവർ ഒരുപാട് സജഷൻ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ നോർമലി അബുദാബിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫാൻസി നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ഡിജിറ്റ് ഫാൻസി ആണ്. ഓക്കെ, 5 ഡിജിറ്റ് ആണ് UAE നോർമൽ നമ്പർ വരുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാം സജസ്റ്റ് ചെയ്തത് ഇപ്പോൾ നമ്മളൊരു ഫാൻസി നമ്പർ എന്ന് പറയുന്നത് 666 നമ്പറാണ് എല്ലാ ഫ്രണ്ട്സും എനിക്ക് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു വേൾഡ് ട്രിപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇന്ത്യ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്പർ എന്തുകൊണ്ട് ചൂസ് ചെയ്തുകൂടാ? അപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ആ നമ്പർ ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ, ഒരു ലോക്കൽ ഫ്രണ്ടിന്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് സംസാരിച്ചു. പുള്ളി ഓക്കെയാണ് നമ്പർ തരാൻ. അങ്ങനെ നമ്മള് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നെഗോസിയേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ സെന്റിമെന്റ്സ് വരുമ്പോൾ അതും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ഒരു കാര്യമാകുമ്പോൾ മീറ്റിംഗ് നമ്മൾ മറന്നു പോകും. വെരി ഗുഡ് നിഷാർ, ദാറ്റ്സ് ക്വൈറ്റ് അപ്രീഷിയേറ്റബിൾ. ഈവൻ എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എന്തിനാണ് നീ ഇത്ര പൈസ കൊടുത്ത് ഈ നമ്പർ മേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എനിക്കെന്തോ അല്ല, ചില കാര്യങ്ങൾ പ്രൈസ്ലെസ് ആണ്. നമുക്ക് അതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയാൽ അതിലത്തെ ത്രില്ല് പോകും. സോ ഗുഡ്. ഈ വെഹിക്കിൾ മെഴ്സിഡീസിന്റെ എല്ലാ ലക്ഷറി വെഹിക്കിൾസ് നോക്കുകയാണെങ്കിലും ആ ഒരു സെയിം ബിൽഡ് ക്വാളിറ്റി, ആ സെയിം എന്ന് പറഞ്ഞാൽ പോരാ, അതിനെക്കാട്ടിലും ഒരുപാട് മുകളിലാണ് മെഴ്സിഡീസ് ഈ വെഹിക്കിളിൽ ചെയ്തിരിക്കുന്നത്. ഓരോ ചെറിയ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിലും ആ ഒരു ക്വാളിറ്റി ടച്ച് അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഫീൽ നമുക്ക് വെഹിക്കിളിൽ ഫീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ ട്രാവൽ കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ സ്പീഡ്സിൽ നമ്മുടെ നാട്ടിൽ ഞാൻ 70-80 പോകാറുള്ളൂ. സ്പീഡ് ഞാൻ മെൻഷൻ ചെയ്യില്ല ആൾക്കാരും. നമ്മള് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുമ്പോൾ ഒരു ടേൺ വരുമ്പോൾ വെഹിക്കിൾ ബാലൻസിനനുസരിച്ച് ഈ സീറ്റിന്റെ ഈ പെർട്ടിക്കുലർ പൊസിഷൻ, ഇപ്പൊ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ഈ പോർഷൻ ഹഗ്ഗിയാണ്. അതാണ് ഡിഫോൾട്ട് ആയിട്ട് ഓപ്ഷൻ വരുന്നതാണല്ലേ? അല്ല, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ. കസ്റ്റമൈസ് നമ്മളെ ഡ്രൈവർ ആൻഡ് പാസഞ്ചർ സീറ്റിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം മെഴ്സിഡീസിന്റെ ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റിലും നമുക്ക് മസാജിങ് സീറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്കിതിനകത്ത് ഡൈനാമിക്സ് ഉണ്ട്, സീറ്റ് ഡൈനാമിക്സ് ഉണ്ട്. പിന്നെ ഡൈനാമിക് സീറ്റ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട്, മസാജ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡ്രൈവർക്കും ഉണ്ട്, പാസഞ്ചർക്കും ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വെഹിക്കിൾ പോകുമ്പോൾ, ഇഫ് യു വോണ്ട് സം കൈൻഡ് ഓഫ് പ്ലഷ് ഫീൽ കിട്ടണമെങ്കിൽ നമുക്കൊന്നൊരു മസാജ് ഒക്കെ ഇട്ടൊന്ന് റിലാക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വെഹിക്കിൾ ബാലൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പെർഫോമൻസ് വെഹിക്കിൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു വെഹിക്കിളിൽ പോകുമ്പോഴും ഹൈ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ ബോഡി കിടന്ന് റോൾ ചെയ്യും. അത് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഇൻസ്റ്റന്റ്ലി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് വെഹിക്കിൾ തിരിയുമ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പോർഷൻ നമ്മളോട് ഡിസ്റ്റർബ്, റൈറ്റിലേക്ക് ആണെങ്കിൽ ഇവിടുന്ന് വയ്ക്കും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ ഷെയ്ക്ക് ചെയ്യുന്നില്ല നമ്മുടെ ബോഡി, നമ്മളൊന്നും കൂടിയും കംഫർട്ടബിൾ ആയിട്ടും കോൺഫിഡന്റ് ആയിട്ടും വരും. വിച്ച് ഇസ് എ ക്വൈറ്റ് ഗുഡ് ആൻഡ് അട്രാക്റ്റീവ് ഫീച്ചർ ഐ വുഡ് സേ. ഇനി ഒരു വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിഷാറിന്റെ പ്ലാനിലുള്ള വെഹിക്കിൾ ഏതാണ്? ഇനിയൊരു വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഈ ഒരു വെഹിക്കിൾ ലീവ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ സാധാരണ എന്റെ പ്രോഗ്രാം കാണുമ്പോൾ വ്യൂവേഴ്സിന്റെ എപ്പോഴും പറയാറുള്ള, ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, G-Wagon എന്നുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ, ഈ രണ്ട് വെഹിക്കിൾ കൊടുത്താൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എക്സ്പീരിയൻസ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലക്ഷറി, പവർ എല്ലാം ഈ വെഹിക്കിൾ തരുന്നുണ്ട്. ഇനിയിപ്പോ അപ്ഗ്രേഡ് പറയുമ്പോൾ പ്ലെയിൻ മേടിക്കേണ്ടി വരും. പെർഫോമൻസില് അല്ലെങ്കിൽ ലക്ഷറി, സ്റ്റൈൽ, ക്ലാസ് എല്ലാം കൂടിയിട്ടുള്ള പാക്കേജാണ് G63 വെഹിക്കിൾ. ഇപ്പോ there is Lamborghini Urus, of course it's a powerful vehicle,
പക്ഷേ G63 തരുന്ന ക്ലാസ് ദാറ്റ് ഇസ് ക്വൈറ്റ് യുണീക്ക്. ആ ഒരു വെഹിക്കിളിൽ തരുന്ന പെർഫോമൻസ്, ക്ലാസ്, ദ കംപ്ലീറ്റ് പാക്കേജ്, ഇറ്റ്സ് പ്രൈസ്ലെസ്. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വരണം എന്ന് വിചാരിച്ചതല്ല. ഓൺ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്കൊക്കെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓൺ വോയിസ്. അല്ല, എനിക്ക് ആവശ്യം അങ്ങനത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എന്റെ എല്ലാ എപ്പിസോഡും ഫീച്ചർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഷോ എന്താണെന്ന് വെച്ചാൽ യൂസർ എക്സ്പീരിയൻസ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂസർ എക്സ്പീരിയൻസ് ഇപ്പോൾ ആക്ച്വലി ശങ്കർ ചോദിച്ചപ്പോൾ എനിക്ക് പറയാനൊന്നും പറ്റിയിട്ടില്ല. G63 എനിക്കത് നല്ലൊരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. G63 എന്ന് പറയുന്നത് നമുക്കൊരു അത്ര നല്ലത് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ. കാരണം ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത് 2015 G63 ബ്രാബസ് കിറ്റ് കയറ്റിയതാണ്. പക്ഷെ എനിക്കത് അത്ര ഒരു ഫീല് കിട്ടിയിട്ടില്ല. സസ്പെൻഷൻ വൈസ് ആണ് അല്ലെങ്കിൽ പഴയ G63 ഒന്നുകൂടി ഹാർഡർ ആയിരുന്നു. അത് സസ്പെൻഷൻ ആയാലും സീറ്റ് ആയാലും ഒരു കല്ലിഞ്ചം പോലത്തെ വണ്ടിയാണ് സത്യം. പക്ഷെ എന്നാലും പെർഫോമൻസ് വൈസ് ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഈ വെഹിക്കിളിലേക്കൊക്കെ മാറിപ്പോ ഒരുപാട് മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ലേ ഔട്ട് ആയാലും ലക്ഷറി ആണ്. തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷറി ആഡ് ചെയ്തവര്. ലക്ഷറി ആണ്. എൻ്റെ മക്കൾക്കെല്ലാം നല്ല എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫൻഡർ ഓർ G63 എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി അത് എടുക്കണ്ടെന്ന്. അപ്പോൾ G63 ഒക്കെ അവർക്കത് കുറച്ചും കൂടി അവരൊരു 3 വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വണ്ടി ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഡിഫൻഡറിന്റെ ക്ലാസിനെ താത്തല്ല. ഡിഫൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡർ നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡുകളിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്, ലക്ഷറി ആണ്. ഓക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ കേരളത്തിൽ വന്നിട്ട് സർവീസ് അത് എനിക്ക് തോന്നുന്നു ശങ്കർ വിട്ടുപോയതാവും. കേരളത്തിൽ വന്നിട്ട് ഞാൻ ഇതൊരിക്കൽ സർവീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബ്രിഡ്ജ് വേ മോട്ടോഴ്സ്, ബ്രിഡ്ജ് വേ അവരെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അടിപൊളിയായിരുന്നു. അവരിപ്പോ ഒരു പുതിയ ഡീലർഷിപ്പാണ് കേരളത്തിൽ മെഴ്സിഡീസിന്റെ. ക്വൈറ്റ് ഗുഡ്. അവിടെ സർവീസിന് പോകുന്ന എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതെ എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് നല്ല സർവീസ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 75,000 കിലോമീറ്റർ സർവീസ് ഞാൻ ചെയ്തത് വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു സംഭവം. ശങ്കർ മാത്രമല്ല, ശങ്കറിൻ്റെ ക്രൂ പിള്ളേർ അടിപൊളിയാണ്, ക്ലാസ്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു നിഷാർ. താങ്ക് യു വെരി മച്ച്. ഡ്രൈവ് സേഫ്.